ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ ഇവമോളുടെ 5th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ബർത്ത്ഡേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഇവമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ 5:30 ഞാൻ എഴുന്നേറ്റ് കേട്ടോ. കാരണം ഇവമോൾ ഇഷ്ടപ്പെട്ട മധുരമുള്ള കുഴക്കട്ടയാണ് ഉണ്ടാക്കിയത്. അതുണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതവിടെ വേവാൻ വെച്ചിട്ട് ഞാൻ ഇവമോളെ വിളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇവമോൾക്ക് ഞാൻ സർപ്രൈസായിട്ട് അവളെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സും വന്നിട്ടൊരു ഡ്രസ്സും പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഡ്രസ്സും ഒക്കെയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാം. രണ്ടാളും ഉറങ്ങാണ്. മോളെ ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ ഉണർന്ന്. പപ്പ അലാരടിയെന്നൊന്നും അറിയുന്നില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ മോളെ. ഇന്ന് താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഹാപ്പി ബർത്ത്ഡേ. പപ്പനെ വിളിക്ക്. പപ്പനെ വിളിക്ക് പറ്റും. പപ്പനെ വിളിക്ക്. ഇന്ന് പപ്പ എണീക്കണം. അങ്ങനെ ഇത് അലാരം ഇവിടെ അടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവമോടെ പപ്പ എണീറ്റില്ല, ഉറങ്ങുകയാണ്. ഇവമോൾ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ, നല്ല കുട്ടിയായിട്ട്. അപ്പം അവൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ബർത്ത്ഡേ ഡ്രസ്സാണ് നോക്കുന്നത് കേട്ടോ. അപ്പം ബർത്ത്ഡേ ഡ്രസ്സാണ് പിങ്ക് കളറ്. പിന്നെ അച്ചാച്ച നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടൊരു ബർത്ത്ഡേക്ക് വേണ്ടി കൊടുത്തു വിട്ടൊരു ഡ്രസ്സുണ്ട്. പിന്നെ റെഡ് കളർ ഡ്രസ്സാണ് പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ ഇടുന്നത്. കാരണം സ്കൂള് ഇന്ന് റെഡ് ഡേ ആയതുകൊണ്ട് എല്ലാവരും റെഡ് കളർ ഡ്രസ്സ് ഇട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചി ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. അത് അവൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേ ഡ്രസ്സ് ഇടാൻ പറ്റാത്തൊരു വിഷമം അവൾക്ക് മുഖത്ത് കാണുന്നുണ്ട്. എന്നാലും അവൾ പോയി പെട്ടെന്ന് ഇതാ ബ്രഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇവമോൾ ക്യാമറ ഞാൻ ഓൺ ചെയ്താൽ പിന്നെ ഡീസൻ്റ് ആണ് കേട്ടോ. കരച്ചിലോ അങ്ങനെ ഒന്നുമില്ല. നേരത്തെ എഴുന്നേക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാ വ്ളോഗേഴ്സിനെയും പോലെ തന്നെ ക്യാമറ ഓൺ ചെയ്താൽ പിന്നെ എല്ലാവരും ഒന്ന് കുറച്ച് ഡീസൻ്റ് ആവുമല്ലോ. അങ്ങനെയാണ് കേട്ടോ. മോളിതാ നന്നായി പല്ലൊക്കെ തേക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് പല്ലെല്ലാം തേപ്പിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അവൾക്ക് പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവൾ റെഡ് കളർ എന്തെങ്കിലും ഒരു സാധനം കൂടെ കൊണ്ടുപോകണം സ്കൂള്. അപ്പം അവൾ ടെഡി ബിയറാണ് കൊണ്ടുപോകുന്നത്. റെഡ് ഡ്രസ്സും റെഡ് കളർ ടെഡി ബിയറും. പിന്നെ അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ചോക്ലേറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ, ടീച്ചേഴ്സിനും ബസ്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി പോവും. പിന്നെ ഇവിടെ ബസ്സിലൊരു 20 പേര്, പിന്നെ സ്കൂളിൽ ഒരു 22, ക്ലാസ് റൂമിൽ മാത്രം കേട്ടോ. ക്ലാസ്സിൽ 22 പേരും ഉള്ളത്. അപ്പം അവർക്കുള്ള ചോക്ലേറ്റാണ്. എല്ലാം കൂടെ ഒരു 10-60 ചോക്ലേറ്റ് ഉണ്ട്. അപ്പം അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അപ്പോഴേക്കും അവളെ മധുരക്കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാണ് കൊണ്ടുവന്നത്. ഞാനത് അവളെ ബോക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലാക്കിയാലും അങ്ങനെ എന്തെങ്കിലും ചെയ്താണ് കേട്ടോ ഞാനിവളെ മൈൻഡ് മാറ്റുന്നത്. അല്ലെങ്കിൽ അവൾക്ക് രാവിലെ എഴുന്നേൽക്കാനൊക്കെ മടിയാണ്. കാരണം ടൈം 6:15 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് മക്കൾ എഴുന്നേറ്റ് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ 10 മണിയായില്ലേ സ്കൂളിൽ. അപ്പം ഇതൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും അവൾ രാവിലെ തന്നെ ഒന്ന് ഉഷാറായാലാളൊക്കെയാണ്. എന്തിപ്പോൾ എന്താ ചോക്ലേറ്റൊക്കെ കണ്ടതുകൊണ്ടും അവളെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൂടെ അവൾ ഹാപ്പിയാണ്. അപ്പം ഇവമോൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയതാണ് കേട്ടോ. അപ്പം മുടിയൊന്ന് കെട്ടിക്കൊടുത്തു. അപ്പം അവൾ എന്തായാലും ഹാപ്പിയാണ്. പിന്നെ അവളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂളിലേക്ക് ക്ലാസ് റൂമിലേക്കുള്ള ചോക്ലേറ്റും അതിൽ വെച്ച്, സ്നാക്സും ടെഡി ബിയറൊക്കെ വെച്ച് ഞാനത് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബസ്സിലേക്ക് കൊടുക്കാനുള്ള ചോക്ലേറ്റ് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ബസ്സിലേക്ക് ഇപ്പോൾ കയറുമ്പോൾ അവിടെ അവളെ ആൻറ്റീൻ്റെ അടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാ അവൾ റെഡിയായി സ്കൂളിലേക്ക് പോകാൻ. പോകുന്ന വഴി ഇതുണ്ടോ ചോക്ലേറ്റൊക്കെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം അത് അവളെ കൈകൊണ്ട് തന്നെ കൊടുക്കണം. ഞാൻ പറഞ്ഞു പപ്പ കൊടുക്കുന്നുണ്ട് ആൻറ്റീൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ദൈവമോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സാധാരണ മിസ് കോൾ അടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ബസ്സിലുള്ള ആൻറ്റി മിസ് അടിക്കും പുറത്തേക്ക് വരാൻ, അപ്പോഴാണ് ഇറങ്ങും. പക്ഷേ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാം ഇത്തിരി ഫാസ്റ്റാണ്. അപ്പോൾ ഇതാ ബസ് വന്നു. അവൾ ബസ്സിലേക്ക് പോവാണ്. അപ്പോൾ ബസ്സിലുള്ള ആൻറ്റി അവളെ ബസ്സിലേക്ക് കയറ്റി ഇതാ ചോക്ലേറ്റൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ പോവാണ്. പിന്നെ ഇതാ ഇപ്പോൾ കാണുന്നത് സ്കൂൾ എത്തിയതിന് ശേഷമുള്ള വിശേഷമാണ്. ഇവമോളാകെ സ്തംഭിച്ചു പോയ പോലെ. അവൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഞങ്ങളും അത്രയും പ്രതീക്ഷിച്ചില്ല.
അപ്പം അവിടെയുള്ള കുറച്ച് വീഡിയോസാണ് കിട്ടിയുള്ളൂ. അതിനുശേഷം അവളത് അവിടെ എത്തിയതിന് ശേഷം അവിടെയുള്ള വിശേഷങ്ങളൊക്കെ പറയാണ് കേട്ടോ. നടന്നുകൊണ്ടും ഓടിക്കൊണ്ടൊക്കെയാണ് പറയുന്നത്. കാരണം അവൾ അത്ര ഹാപ്പിയാണ്. സ്കൂൾ ഇത്രയൊക്കെ ഉണ്ടെന്ന് നമ്മളും പ്രതീക്ഷിച്ചില്ല. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേക്ക് വാങ്ങി കൊടുത്തുവിടായിരുന്നു നേട്ടൻ പറഞ്ഞത്. കാരണം നമ്മൾ ചോക്ലേറ്റ് ആണ് കൊടുത്തുവിട്ടെ. പൊതുവെ എല്ലാവരുടെ അടുത്തും ചോദിച്ചപ്പോൾ ബർത്ത്ഡേക്ക് ക്ലാസ്സിലെ കുട്ടികൾക്കും ബസ്സിലുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് ചോക്ലേറ്റ് വാങ്ങി കൊടുത്തുവിടുന്നതാണ് പറഞ്ഞത്. പക്ഷേ എല്ലാവരും അന്വേഷിച്ചപ്പം ഫ്രണ്ട്സൊക്കെ പറഞ്ഞ അങ്ങനെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തു. പക്ഷേ അവിടെ അവർ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ തോന്നി കേക്ക് വാങ്ങായിരുന്നു. കുട്ടികളൊക്കെ സന്തോഷമല്ലേ അവർ ഇത്. പക്ഷേ അങ്ങനെ കേക്ക് വാങ്ങി കൊടുത്തിട്ട് അവരൊരു ആ ഒരു പീരീഡ് ക്ലാസ് ടൈം വേസ്റ്റ് ആവും അങ്ങനെയൊക്കെ എന്തോ നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഇനി വരുന്നത് നമുക്ക് അങ്ങനെ നോക്കാം. ഇതിപ്പം അങ്ങനെയൊക്കെ ഇതാ റൂമിലെത്തിയതിന് ശേഷം ഏട്ടൻ്റെ അടുത്ത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ മോള്. വിശേഷങ്ങളൊക്കെ പറയും, പക്ഷേ ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. വാലും തുമ്പൊന്നും ഇല്ലാണ്ടാ പറയുക. കറക്റ്റ് അവിടെ എന്താ നടന്നതെന്നൊന്നും പറയില്ല കേട്ടോ. പക്ഷേ ചോക്ലേറ്റ് കൊണ്ടുപോയത് കുറച്ച് കൂടുതലുണ്ടായിട്ട് ബാക്കി പിന്നെ ബസ്സിൽ ആൻറ്റി തിരിച്ചു കൊടുത്തെന്നും ഒക്കെ പറഞ്ഞ് അതവിടെ എടുത്ത് വെച്ചു. പിന്നെ അവളെ ബർത്ത്ഡേ ഡ്രസ്സ് തന്നെ വേഗം പോയി എടുത്ത് അതിപ്പോൾ തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞേ അച്ചാച്ച വാങ്ങി തന്ന ഡ്രസ്സ് ഇട്ടു. അച്ചാച്ച നാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്തുനിന്ന് ഒക്കെ വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്ത് വിട്ടിട്ട് ഇട്ടില്ല, അച്ചാച്ചന് സങ്കടമാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ പിന്നെ ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് കൊടുത്താൽ അവൾ കഴിക്കില്ല, ഇങ്ങനെ കളിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചോട്ടെ വിചാരിച്ച് ഞാൻ വാരി കൊടുത്തതാണ്. പിന്നെ എന്താ ബലൂൺസൊക്കെ അവളെ ഫ്രണ്ട് ഒരിക്കൽ കൊടുത്ത ബലൂണാണ് കേട്ടോ. നിറയെ ബലൂൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ബലൂണൊന്നും വാങ്ങിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കളർ കോമ്പിനേഷനൊന്നും ഇല്ലാത്ത മിക്സഡ് ആയിട്ടുള്ള ബലൂണാണ്. എന്നാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബലൂണിൽ എയർ നിറക്കുന്ന ഒരു അടിപൊളി ടെക്നിക്സാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇവമ്മളുടെ സൈക്കിളിൻ്റെ പമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ ബലൂണും ഫില്ല് ചെയ്തത്. How do you do? ദാ എയർ നിറച്ചുകൊണ്ടിരിക്കുന്ന ബലൂണ് വിട്ടത് ഞാൻ ഇവമോക്ക് ഒരു രസമാവാൻ വേണ്ടി ചെയ്താ കേട്ടോ. പിന്നെ ദാ ഏട്ടൻ ഡ്യൂട്ടീൻ്റെ ടൈമിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ലഞ്ച് ബ്രേക്കിന് വന്നതാണ്. സാധാരണ വരത്തില്ല, ഇന്ന് ഇവമോളെ ബർത്ത്ഡേ ആയതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ദാ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഇനി രാത്രിയാണല്ലോ കേക്ക് കട്ടിങ്, ഇപ്പോൾ ഉച്ചയായതേ ഉള്ളൂ. അപ്പോൾ ദാ ബലൂണൊക്കെ അത്യാവശ്യം എല്ലാം എയർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാണുന്നത് വൈകുന്നേരമായിട്ടോ. ഇവമോൾ ഉറങ്ങി എണീക്കാൻ സമയമായി. അപ്പോഴേക്കും ഞാൻ പായസം വെക്കുകയാണ് കേട്ടോ. പായസം അടുത്ത റൂമിലൊക്കെ എല്ലാവർക്കും പായസം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ കുട്ടീസ് എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വരും. കേക്ക് എത്തിയിട്ടുണ്ട്. കേക്കിൻ്റെ ബോക്സ് കണ്ടാൽ വിചാരിക്കും വലുതാണ്, എന്നാൽ അത്രയൊന്നും വലുതല്ല, ചെറിയൊരു കേക്കാണ് കേട്ടോ. ഇവമോളെ എന്താ ബാർബി ഗേളോ അങ്ങനെ എന്തോ ഫോട്ടോ ഒക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തതാണ്. അപ്പോൾ കേക്ക് വന്നെന്നും പറഞ്ഞ് അവളെ വിളിച്ചപ്പം അവളത് ഓർക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് വരുന്നുണ്ട്. അവളെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അവളത് കേക്ക് കാണിച്ചപ്പം ഇപ്പം കണ്ടോളെ അവിടെ മുഖത്തൊരു ഭാവ വ്യത്യാസം വരും. ഹാപ്പി ആയിട്ടോ. അപ്പം ഇനി കട്ട് ചെയ്യാൻ വേണ്ടി ഡ്രസ്സൊക്കെ പോയി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് തിരക്കായി ഗൈസ്. എന്നാൽ ബലൂണൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, കാരണം ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയതായിരുന്നല്ലോ. ഇപ്പോൾ ഏട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പം പായസമൊക്കെ റെഡിയായി. ഞാനിവിടെ അടുത്തൊക്കെ ഉള്ള ഈ വില്ലയിലുള്ള എല്ലാ റൂമിലും പായസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഓരോ പാക്കറ്റ് ഓരോ പാത്രത്തിൽ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. പായസം ചൂടോടെ കൂടെ ആയതുകൊണ്ട് തന്നെ ലൂസായതുപോലെ തോന്നുന്നുണ്ട്, എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് തിക്കാവും കേട്ടോ തണിഞ്ഞ് വരുമ്പോൾ. പിന്നെ ഇതാ ഇവമോളെ ബർത്ത്ഡേക്കുള്ള ബലൂൺസൊക്കെ നമ്മൾ ആ ഒരു കണ്ണിയിൽ കോർത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അവളെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇതിങ്ങനെ ആക്കിയത്. എന്നിട്ട് നമ്മൾ ചുമരിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് സോഫയൊക്കെ മാറ്റിയിട്ട് ആ ചുമരിലാണ് വിചാരിച്ചത്. പക്ഷേ ഞാനും ഏട്ടനും കൂടെ കയറി കുറേ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഫിറ്റ് വെച്ചാൽ പെട്ടെന്ന് കഴിയുന്നതായിരിക്കും. പക്ഷേ നമ്മളെടുത്തുള്ള സെല്ലോ ടേപ്പും എന്തൊക്കെയോ ടേപ്പൊക്കെ വെച്ചിട്ടൊന്നും നിൽക്കാതെ വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. എന്തായാലും ചെറിയ മക്കളാണ് കട്ട് ചെയ്യുന്നത്, അപ്പോൾ അധികം ഹൈറ്റിലൊന്നും ബലൂൺ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ തന്നെ സോഫയിൽ തന്നെ ഇങ്ങനെ റാ പോലെ ബലൂൺ ഫിറ്റ് ചെയ്തിട്ടോ. നോക്കി വന്നപ്പോൾ ചുമരിൽ ഫിറ്റ് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് തോന്നി. കാരണം കുട്ടികളെ ഹൈറ്റ് തന്നെയാണല്ലോ, അപ്പം അവർക്ക് വേണേൽ ഇരുന്നിട്ടും കട്ട് ചെയ്യാം നിന്നിട്ടും കട്ട് ചെയ്യാം. അപ്പം സംഭവം എങ്ങനെയുണ്ട് നിങ്ങൾ പറ. ഞാൻ തന്നെ അടിപൊളിയായെന്ന് പറയുമ്പോൾ രസമില്ലല്ലോ. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു എന്ന് പറയാം. വലിയൊരു സെലിബ്രേഷനോ അല്ലെങ്കിൽ കൂടെ ചെറിയ തോതിൽ മക്കളെ സന്തോഷത്തിന് ഒരു കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അപ്പോഴേക്കും അവളെ ഫ്രണ്ട് ഇതാ ഗിഫ്റ്റ് കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്.
ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടോ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അവളും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മളങ്ങനെ ആരെയും ഒഫീഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്തില്ല. അവളെ ഫ്രണ്ട്സ് തന്നെ കളിക്കാൻ വരുമ്പോൾ നാളെയാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇവരാകെ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട്. അതൊന്നും പ്രതീക്ഷിച്ചല്ല, എങ്കിലും അവൾക്ക് കിട്ടിയപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ. മക്കൾക്ക് അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ റയ കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ ടൈമൊന്നും ആരടുത്തും പറഞ്ഞൊന്നുമില്ല. എന്നാലും എല്ലാവരും എത്തിയപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങി. അപ്പം അവർ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തത്. കുട്ടികളെ വെച്ച് തന്നെ കട്ട് ചെയ്യിച്ച് അവർക്ക് ഒരു സന്തോഷം അതല്ലേ. ഇവമോളെ 3rd ബർത്ത്ഡേ ഇതുപോലെ തന്നെയായിരുന്നു. അവളും ഫ്രണ്ട്സും കൂടെയാണ് കട്ട് ചെയ്തത് കേക്ക്. പക്ഷേ കഴിഞ്ഞ ബർത്ത്ഡേക്ക് പറഞ്ഞ പോലെ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. അവിടെ കുറച്ച് നമ്മൾ മുറൂറ് നിൽക്കുന്ന സമയത്ത് അവിടെ ഫ്രണ്ട്സൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ആണ് ചെയ്തത്. ഇപ്പോൾ ഏട്ടൻ കേക്കൊക്കെ കൊടുത്ത്, ഞാനും കേക്ക് കൊടുത്ത്, എല്ലാവരും കേക്കൊക്കെ വായിൽ വെച്ച്. ഇവമോളെ വായിലിനി സ്ഥലമില്ല, കേക്ക് കൊടുത്ത് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്ക് ആണെങ്കിലും ബലൂൺ ആണെങ്കിലും അങ്ങനെ ഒരു കളർ കോമ്പിനേഷനൊന്നും ഇല്ല, എല്ലാം മിക്സഡ് കളറാണ്. നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, എല്ലാം പെട്ടെന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ. പിന്നെ കേക്ക് മാത്രമാണ് കുറച്ച് 2 ദിവസം മുന്നേ ഓർഡർ ചെയ്തത്. കാരണം അവൾക്ക് ആ ബാബി ഗേളിൻ്റെ ഫോട്ടോ അതിൽ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. എല്ലാവരും കേക്കൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഗിഫ്റ്റ് പൊളിക്കേണ്ട തിരക്കിലാണ് എല്ലാവരും. ഗിഫ്റ്റൊക്കെ പൊളിച്ചു. ഇവമൊക്കെ ഇഷ്ടപ്പെട്ട കിച്ചൺ സെറ്റും പിന്നെ ബുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഫുഡ് എത്തിയിട്ടുണ്ട്. ബർഗറാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ബർഗർ മകൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് വാങ്ങിയത്. അപ്പം നമുക്ക് ബർഗർ വല്ലപ്പോഴും വാങ്ങിക്കൊടുക്കുള്ളൂ. അവൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അതൊന്നും എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ബർഗർ കണ്ടപ്പോൾ തന്നെ മോൾ ലൈക്കൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് കണ്ടപ്പോൾ അവൾ അതിലേറെ ഹാപ്പി. അവൾക്ക് ബുക്കും പിന്നെ കിച്ചൺ സെറ്റും അങ്ങനെയൊക്കെ കിട്ടി. അവൾ ഗിഫ്റ്റായിട്ട് അവൾ ഫ്രണ്ട്സ് കൊടുത്തത്. അപ്പം ബുക്കൊക്കെ അവൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. സ്റ്റോറി ബുക്കാണ്. അപ്പം എന്തായാലും നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ചെറിയ മക്കളല്ലേ, അവരുടെ അടുത്ത് ഇവാനെ പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റും കൊണ്ട് വരുന്നതൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ആ ചെറിയ മക്കൾ കണ്ടില്ലേ, പേപ്പറിലൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഇവാന എന്നൊക്കെ എഴുതിയിട്ട് ഫ്ലവറൊക്കെ വരച്ചിട്ട് അങ്ങനെ എന്താ പറയുക, അവരുടേതായ രീതിക്ക് അവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും മോൾ ഹാപ്പിയായി. പിന്നെന്താ ഒരു അടുത്ത റൂമിൽ ഒരു ചേച്ചി അവൾക്ക് കൊടുത്ത് ഗിഫ്റ്റായിട്ട് കൊടുത്താണ് കേട്ടോ. അത് അലസായൻ്റെ ആന, അവളെ കാർട്ടൂണിലെ അലസായൻ്റെ ആനയിൽ ആന എൻ്റെ ഡോളാണോ അല്ലേ അത്. എനിക്കിതൊന്നും അറിയില്ല, അവൾക്ക് അതൊക്കെ കറക്റ്റ് അറിയായിരുന്നു. പിന്നെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, ഒക്കെ അവൾ സെറ്റാണോ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. അപ്പം എനിക്ക് കുറച്ച് പണികളുണ്ട് ഗൈസ്. അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.